വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളാണ്. ഈ വചനങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് നഷ്ടപ്പെട്ടതും കണ്ടെത്തിയതുമായ അവസ്ഥയെക്കുറിച്ചാണ് ഈ ഭാഗം രേഖപ്പെടുത്തുന്നത്. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്നാണ് ഈ വേദഭാഗത്തിന് സാധാരണയായിട്ട് പേര് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നഷ്ടപ്പെട്ട അവസ്ഥയെക്കുറിച്ചും അത് തിരികെ കിട്ടുമ്പോഴുള്ള സന്തോഷത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഈ വേദഭാഗം വായിക്കുന്നതായിട്ടുള്ള സമയത്ത് 3 തരം നഷ്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നു, അതിൽ ഒരു ആട് നഷ്ടപ്പെട്ടു. ഒരാൾക്ക് 10 ബ്രഹ്മയുണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു ബ്രഹ്മ നഷ്ടപ്പെട്ടു. ഒരാൾക്ക് 2 മക്കളുണ്ടായിരുന്നു, അതിലൊരു മകൻ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതിൻ്റെ കണക്ക് ഇപ്രകാരമാണ് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത്: 100-1, 10-1, 2-1, അല്ലെങ്കിൽ 1%, 10%, 50%. എന്തായാലും ഇവിടെ നഷ്ടം സംഭവിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നഷ്ടം ചെറുതായാലും വലുതായാലും നഷ്ടം തന്നെയാണ്. നമ്മൾ വേദപുസ്തകം പരിശോധിക്കുന്നതായിട്ടുള്ള സമയത്ത് എന്താണ് ഈ നഷ്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റാതെ ഇരിക്കുമ്പോൾ നാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഇരിക്കേണ്ട സാധനം ഇരിക്കേണ്ടിടത്ത് ഇരിക്കുന്നില്ല എങ്കിൽ അത് നഷ്ടപ്പെട്ട അവസ്ഥയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് നഷ്ടപ്പെട്ട അവസ്ഥയിലായി. ഈ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും നമ്മളെ തേടി രക്ഷിക്കുവാനായിട്ടാണ്, അല്ലെങ്കിൽ അന്വേഷിക്കുവാനായിട്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ട മനുഷ്യനെ അന്വേഷിക്കുന്നതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നഷ്ടപ്പെട്ട ആടിനെയും നഷ്ടപ്പെട്ട ബ്രഹ്മയെയും അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു ദൗത്യം ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൗത്യം ഇത് തന്നെയായിരുന്നു. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് നീതിമാന്മാരെ അന്വേഷിപ്പാനല്ല, പാപികളെ തേടി രക്ഷിപ്പാനായിട്ടാണ് വന്നത്. നമ്മൾ തിരുവചനം പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് നാം ഓരോരുത്തരും നഷ്ടപ്പെട്ട ആടുകളെ പോലെയാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് കണ്ടെത്തിയാലുള്ള സന്തോഷത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു. നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. അത് കണ്ടെത്തുക മാത്രമല്ല, അത് തിരികെ കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുടിയനായ പുത്രനെ കുറിച്ച് പറയുന്നത്, മുടിയനായ പുത്രന് സുബോധം വന്നു എന്നാണ്. സുബോധം വന്നപ്പോൾ അവൻ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ മടങ്ങിവരവ് ഏറ്റവും ആവശ്യമാണ്. നാം അതിനെ മാനസാന്തരം എന്നാണ് പറയുന്നത്. ബിഷപ്പ് ന്യൂബിഗിൻ പറയുന്നത് ഇപ്രകാരമാണ്: റെപ്പന്റൻസ് ഈസ് ഡബിൾ യു ടേൺ എന്നാണ് അദ്ദേഹം പറയുന്നത്. യു ടേൺ ടു ദ ലോർഡ് ആൻഡ് യു ടേൺ ടു ദ വേൾഡ്. നമ്മൾ കർത്താവിങ്കിലേക്ക് മടങ്ങി വരണം, അതോടൊപ്പം തന്നെ ഈ ലോകത്തിലേക്കും മടങ്ങി പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഈ മകൻ തിരികെ വന്നപ്പോൾ പിതാവിന് സന്തോഷം ലഭിച്ചു.
അതുപോലെ നാം ഓരോരുത്തരും കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം നമ്മളെയൊക്കെ തേടി വന്നു. നമ്മുടെ മടങ്ങി വരവിനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. നാം തിരിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നുവെങ്കിൽ കർത്താവിന് സന്തോഷം ലഭിക്കും. അപ്രകാരം മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വഴികളിൽ ജീവിച്ച് സ്വർഗം സന്തോഷിക്കുന്ന ഒരവസ്ഥയിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മടങ്ങി വരവിനായിട്ടുള്ള ഒരു ആഹ്വാനം കേൾക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് കേൾക്കുവാൻ ഈ രാവിലെ സമയത്ത് ഞങ്ങളെ അനുവദിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അവിടുന്ന് കൂടെ ഇരിക്കണേ. കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Share